ഞാനിതാ വീണ്ടും സറാഫി മാളിലേക്ക് വന്നിണ്. ഇവിടേക്ക് വന്നത് പ്രധാനമായിട്ടും അബായ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേനി ഫുള്ള് പ്രിന്റഡ് ആണ് ഇപ്പം ഇവിടെ മോഡല്. അതുകൊണ്ട് തന്നെ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് കിട്ടാൻ ഭയങ്കര പണിയാണെന്ന്. അങ്ങനെ പ്രിന്റ് കണ്ട് ഇപ്പൊ പ്രിന്റിനോട് ഭയങ്കര ഇഷ്ടായിട്ടോ. അങ്ങനെ ഞാന് ഇന്ന് വന്നത് പ്രിന്റഡ് അബായ നോക്കാൻ വേണ്ടിയിട്ടാണ്. നാട്ടിൽ പോകുമ്പോൾ ഇടുന്നത് പ്രിന്റ് അബായ ആക്കാന്ന് വിചാരിച്ച്. അതുപോലെ രണ്ട് ഉമ്മമാർക്കും അബായ നോക്കണം. രണ്ട് ഉമ്മമാരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും ഇക്കാക്കൻ്റെ അമ്മയും. അങ്ങനെ ഓർക്കും അബായ നോക്കണം. പിന്നെ മക്കൾക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളും പർച്ചേസ് ചെയ്യണം. പിന്നെ എനിക്ക് സോസ് പാനും വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അബായ വാങ്ങി കഴിഞ്ഞേ. അവിടുത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് അബായ എടുക്കുക എന്നുള്ളത് എനിക്ക് അമ്മിമോൻ തന്നൊരു ടാസ്ക് ഇനി. എല്ലാ പ്രാവശ്യവും കുറേ ഷോപ്പിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഓനോട് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ കയറും, അവിടുന്ന് ഒരു അബായ സെലക്ട് ചെയ്യും, എടുക്കും, അങ്ങനെയാണ് ഇജ്ജ് നോക്കിക്കൊണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ടാസ്കിൽ ഞാൻ പാസ്സാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ 2-3 ഷോപ്പിൽ കയറിയിട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വേഗം അബായ എടുത്ത് ഇറങ്ങി. എനിക്ക് മാത്രമേ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഇടാനുള്ള അബായ എടുത്ത്. പിന്നെ ഇമ്മമാർക്കുള്ള അബായ ഞാൻ കുറേ തിരഞ്ഞി, പക്ഷേ ഓൾക്ക് കിട്ടിയിട്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും നോക്കണം ഓൽക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ധനൂപിലേക്കാണ്. ഇവിടുന്ന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഒരു 2 സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചായ ഉണ്ടാക്കണതുമാണ്, ഒന്ന് പിന്നെ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ 2 സോസ് പാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇക്കാക്ക ബില്ലാക്കണ നേരം കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടോ. ഇതൊക്കെ നല്ല രസമുള്ള ഷോ പീസസ് ആണ് കേട്ടോ. കുറേ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിന് ഐറ്റംസൊക്കെ ആണ്. പിന്നെ ഈ പൂച്ചകളുണ്ടല്ലോ, എന്തൊരു ഒറിജിനാലിറ്റി, നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനത്തെ ഈ ഐറ്റംസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കൂടെയുള്ള 3 ആൾക്കാരുണ്ടല്ലോ, ഓല അതേ ലെവലിലേക്കാവട്ടോ ഞാനും ഓല കൂടെയുള്ളൊരു കുട്ടിയായിട്ട് മാറും. ഓല അതേ എക്സൈറ്റ്മെൻറ്റിലും അതേ ഇതിലുമാണ് ഞാനും ഇതൊക്കെ നോക്കി കാണുന്നത്. അതേപോലെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ആദ്യം എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടേ കാണിച്ചെന്നതാ. ഒരിക്കലും മുങ്ങാത്ത ഷാർക്കും ഒരു ബോട്ടിൽ പോണ ഒരു മാനെന്ന് പറഞ്ഞെങ്ങാണ്ട്. അപ്പോൾ ഓലൊക്കെ ഇത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഓരോ സാധനങ്ങൾ നോക്കുക. ഞാനും എൻ്റെ മൈൻഡും അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ. പിന്നെ അവിടെ നിന്നുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിന്. ഇനിയിപ്പോൾ നേരെ ഫുഡ് വാങ്ങാൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇന്ന് നമ്മൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് മന്തി വേൾഡിലേക്കാണ് കേട്ടോ പോണത്. ഇവിടെ സൗദിയിലത്തെ മന്തിയും നാട്ടിലത്തെ മന്തിയും തമ്മിൽ നല്ല മാറ്റമുണ്ട്. കാരണം എനിക്ക് പൊതുവെ ഇവിടുത്തെ മന്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. പക്ഷേ എനിക്ക് നാട്ടിലത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലത്തെ മന്തിയും ഇവിടുത്തെ മന്തിയും രണ്ടും 2 ടേസ്റ്റാണ്. പക്ഷേ ഈ മന്തി വേൾഡിലുള്ള ഈ മന്തി ഉണ്ടല്ലോ, ഇത് നാട്ടിലത്തെ അതേ മന്തിയാണ്. അത് ഞാൻ ആ മന്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ ആ ഒരു യെല്ലോ റെഡ് ആ ഒരു കളറിലൊക്കെ ആയിട്ടുള്ള മന്തിയല്ലേ നമുക്ക് നാട്ടിൽ കിട്ടുക. അതേ സെയിം ടേസ്റ്റുമാണ്, സെയിം അതേ മന്തിയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഹോട്ടൽ നടത്തുന്നത് മൊത്തം മലയാളികളാണ്, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ മജ്ലിസ് പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ടാബിളും ഉണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തത് മജ്ലിസാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ മന്തി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, നാട്ടിലത്തെ മന്തിൻ്റെ അതേ ഒരു ടെക്സ്ചർ. ഞാൻ ഒന്നും പാടി ക്ലോസ് ആക്കിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാക്കണ്ടോ, ഈ യെല്ലോയും ആ റെഡ് ആ ഒരു ഇടയിൽ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ മന്തി അങ്ങനല്ല. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇക്കാക്ക കുനാഫ് ഓർഡർ ചെയ്തത് ഞാൻ അറിഞ്ഞത്. കുനാഫ് കണ്ടതോടുകൂടി എൻ്റെ ഷുഗർ കട്ടിങ്ങിനോടൊക്കെ ഞാൻ തൽക്കാലം വിട പറഞ്ഞു. ഇത് കണ്ടാൽ എനിക്ക് ഒരിക്കലും പിടിച്ച് നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇവിടുത്തെ കുനാഫ് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കുനാഫ് കഴിച്ച് അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ തന്നെ ആടിൻ്റെ ഇതൊക്കെ വെച്ചിന് കേട്ടോ. മട്ടൻ മന്തിയാണ് ഇവിടുത്തെ വരെ സ്പെഷ്യൽ. പക്ഷേ ഞാൻ മട്ടൻ കൂട്ടാത്തത് കൊണ്ട് നമ്മൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലോണം ഉണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേൽ.
കുറേ പ്രാവശ്യം ഞാൻ ഡിലീറ്റ് ചെയ്ത് കാരണം മക്കളൊക്കെ ഇവിടെ എൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം പറയുന്നത് ഡിലീറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വിചാരിച്ചത് അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ മക്കളൊച്ചപ്പാടും ഓല് ടി വി കാണുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സായിട്ട് ഇതിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം പോണത് എങ്ങോട്ടാ വെച്ചാൽ ജിദ്ദ പാർക്ക് മാളിലേക്കാണ്. അമ്മിമോൻക്കും ആദിക്കും നാട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, ഇലൂനൊരു ഷൂസ്, ഇതൊക്കെ കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ നമ്മൾ സിറ്റി മാക്സ് സെൻട്രൽ പോയിൻറ്റ് അവിടെയൊക്കെ പോയി നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ എത്തിയാണ്. ഇപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇവിടെ മാളിൽ കയറി നല്ല ലേറ്റ് ആയിന് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12-12:30 ആയിന്. അപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പുകളും പൂട്ടി തുടങ്ങിയിന്. അപ്പോൾ നേരെ സിറ്റി മാക്സ് ലക്ഷ്യമാക്കി കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് പോകേണ്ടി വരും. പക്ഷേ സിറ്റി മാക്സ് നമ്മൾ പോയപ്പം പൂട്ടിയിട്ടില്ലേനി. അങ്ങനെ അവിടെ പോയി ഇലൂന് ഞാനൊരു റെഡ് ഷൂ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. ഇലൂന് ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പെടുത്ത്, ഒരു കെട്ടണ ചെരുപ്പെടുത്ത് ഇലൂന് ഞാൻ ഇവിടുന്ന് ഈ ഒരു കെട്ടണ ചെരുപ്പൊക്കെ എടുത്തണം കേട്ടോ. പിന്നെ അമ്മിമോൻക്കും ആദിക്കും ഡ്രസ്സ് കൊടുത്ത്. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് ക്ലിയറായി. ഇനിയിപ്പോൾ എന്താണ്, ഇനിയും കുറേ കാര്യങ്ങൾ നാട്ടിലേക്ക് പോവാനുള്ളത് മറന്ന് കിടക്കുന്നുണ്ട്. എത്രയൊക്കെ ഏതൊക്കെ ഭാഗം ശ്രദ്ധിച്ച് വാങ്ങിയാലും അവസാനം എന്തെങ്കിലുമൊക്കെ മറന്നതായിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങീന്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ച് ഇനിയുള്ള പർച്ചേസിങ്ങൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റൊരു വീഡിയോ ആക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഓരോന്നും അങ്ങനെ തന്നെ ഇടാം. കാരണം എനിക്കിപ്പോൾ ഫുള്ള് തിരക്കാണ്. നാട്ടിൽ പോകാനായതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും അത്ര സമയം കിട്ടുന്നില്ല. എല്ലാ പർച്ചേസിങ്ങും മൊത്തത്തിൽ ലാസ്റ്റിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കഴിയാത്ത രൂപത്തിലാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ തന്നെ ചെറിയ പാർട്ടായിട്ട് ഓരോന്നും ഇങ്ങനെ ഇടാതാ നല്ലത് എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഈ ഷോപ്പിംഗ് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനി കാണിക്കണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നാക്കിയാലോ എന്നൊക്കെ ഉള്ള ആ തിങ്കിങ് എനിക്ക് വരാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ആയിന്. താങ്ക് യു ഫോർ വാച്ചിങ്.